വി.ഡി. സതീശനോട് ആരെങ്കിലും ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണേ, താങ്കളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്, പിണറായി വിജയനല്ല എന്നുള്ളത്. കുറെ ദിവസമായിട്ട് ഇത് തന്നെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി പിണറായി പിണറായി, കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ സർക്കാർ. എടോ, കഴിഞ്ഞ സർക്കാർ 6000 കോടി രൂപയുടെ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഇദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതും കഴിഞ്ഞ് ഇദ്ദേഹം മത്സരിച്ച് മന്ത്രിയായിട്ട് അവിടെ എത്തി, മുഖ്യമന്ത്രി ആയി എത്തി. വീണ്ടും അതേ കാര്യം തന്നെ പുലമ്പിക്കൊണ്ടിരിക്കുക. ആൾക്ക് മുൻകൂട്ടി അറിയാലോ അല്ലെ? ഇതന്നെ പുലമ്പിക്കൊണ്ടിരിക്കാതെ നിങ്ങളൊന്ന് ഭരിക്കി. ഇപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. എവിടെയെങ്കിലും വല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് വരുമാനം വരണം എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യില്ല എന്നാ പറയുന്നത്. ഇപ്പൊ കിഫ്ബിയുടെ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം 8.9% പലിശക്കാണ് ഈ ബാങ്കുകളിൽ നിന്ന് കടം എടുത്തിട്ട് ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിണറായി വിജയന്റെ വീട്ടുകാർക്ക് വീതിച്ചു കൊടുക്കാനല്ല ഈ പണം എടുത്തുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. സംഭവം ശരിയാണ്. താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിൽ പലിശ കുറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ ഈ വായ്പ എടുക്കാം, എന്നിട്ട് പരിപാടിയൊക്കെ ചെയ്യാന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിന് ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ കടം വാങ്ങാതെ ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം കൂടെ പിണറായി വിജയന്റെ തലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളാണ് മുഖ്യമന്ത്രി, നിങ്ങളാണ് പരിഹാരം കാണേണ്ടത്. ഇപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ലാഭം കിട്ടുന്ന പരിപാടിയിൽ മാത്രം ഇനി പൈസ ഇറക്കുള്ളൂ എന്നുള്ളത്. നിങ്ങൾ ബിസിനസ് ചെയ്യാനല്ല ഇവിടെ വന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് വന്നിട്ടുള്ളത്. താങ്കൾ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും കഴിഞ്ഞ ഭരണം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇവിടെ ഇപ്പോ ഈ പൈസയും വെച്ചിട്ട് തന്നെയല്ലേ ഈ പിണറായി വിജയൻ 10 കൊല്ലം അവിടെ ഭരിച്ചത്. എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായ, ഓഗി വന്ന് വലിയൊരു കൊടുങ്കാറ്റൊക്കെ അവിടെ അടിച്ചു പോയി. അതേപോലെ തന്നെ പ്രളയങ്ങൾ 2 വന്ന്, പിന്നെ കൊറോണ വന്ന്, നിപ്പ വന്ന്, മണ്ണിടിച്ചൽ വന്ന്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മനുഷ്യൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. ഈ സമയത്തൊന്നും നമുക്ക് അല്ലലും തല്ലലില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? 6000 കോടി രൂപ കടമുള്ള സമയത്താണ് ഇത് പറയുന്നത്. അപ്പൊ ഭരിക്കാൻ പിണറായിക്കേ അറിയുള്ളൂ എന്നാണ് താങ്കൾ പറയാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കളെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുക. അതേപോലെ തന്നെ പെട്രോളിന്റെ വില കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച താങ്കൾ തന്നെ അവസാനം അവര് പറഞ്ഞല്ലോ അതുപോലെ ഞാനും ചെയ്യും എന്നാ പറയുന്നത്, കുറക്കില്ല എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ താങ്കൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നേ പറയുന്നുള്ളൂ, പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് കട ഉണ്ടായിരുന്നു. ആ കടത്തിന്റെ മുകളിൽ അദ്ദേഹം ഈ നാടിനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വന്നത് 3000 രൂപ മറ്റേ പെൻഷൻ കൊടുക്കും, 1000 രൂപ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കും, 5 ലക്ഷം രൂപ പലിശ ഇല്ലാതെ വായ്പ കൊടുക്കും, പിന്നെ ബസ്സിൽ സൗജന്യ യാത്ര, പിന്നെ യുവജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ ഒക്കെ മൂഞ്ചി കിടക്കുക. അവിടെ നിൽക്കട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞത് ഈ ബസ്സിലത്തെ കാര്യമാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ. ഈ ഓർഡിനറി ബസ് എവിടെയൊക്കെ ഉള്ളതും താങ്കളൊന്ന് പറഞ്ഞാൽ വിവരിച്ചു തന്നാൽ ഉപകാരമായിരുന്നു കേട്ടോ. അപ്പൊ പച്ച നുണ പറഞ്ഞിട്ട് അധികാരത്തിൽ കയറി വന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളൊരു വീഡിയോ കാണണം. എന്താണ് ഇവിടെ തവളപത്രം അവതരിപ്പിച്ചിട്ട് നമ്മളെ മുന്നിലേക്ക് ഇട്ട് തന്നതെന്നുള്ളത് ഒന്ന് കണ്ടുനോക്കിയേ. വലിയൊരു ചതിക്കുഴി. സപ്ലൈകോയെ ബെഫ്കോയുടെ തലയിലിടുന്നതിലൂടെ വിപണിയിൽ ഇടപെടാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുമുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ സർക്കാർ തന്ത്രപൂർവ്വം പിന്മാറുകയാണ് ചെയ്യുന്നത്. ബെഫ്കോയുടെ മധ്യവരുമാനം ഉപയോഗിച്ച് സപ്ലൈകോയെ താങ്ങി നിർത്തുന്നത് വഴി പൊതുവിപണിക്ക് സബ്സിഡി നൽകേണ്ട ബാധ്യതയിൽ നിന്ന് ഖജനാവ് ഒഴിഞ്ഞുമാറും. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുല്യമായ നീക്കമല്ലേ? ധവളപത്രത്തിലെ ഏറ്റവും കടുത്ത നിർദ്ദേശം വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റേത് തുല്യമായി ഉയർത്തണമെന്നാണ്. മുൻപ് എ.കെ. ആന്റണി സർക്കാർ ധവളപത്രം ഇറക്കിയ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ 32 ദിവസം നീണ്ട ജീവനക്കാരുടെ വലിയ പ്രക്ഷോഭമാണ് കേരളം കണ്ടത്. അതേ പാതയിലാണ് ഈ സർക്കാർ നീങ്ങുന്നത്. വിരമിക്കൽ പ്രായം കൂട്ടുക എന്നാൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുക എന്നുകൂടിയാണ് അർത്ഥം. സർക്കാർ മേഖലയിൽ നിയമനങ്ങൾ നിരോധിച്ച് യുവതലമുറയെ മുഴുവൻ സ്വകാര്യ മേഖലയുടെ ദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള ഗൂഢമായ നീക്കമല്ലേ ഈ ശുപാർശ? ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന നിർദ്ദേശവും ജീവനക്കാരോടുള്ള വെല്ലുവിളി തന്നെയാണ്. KSRTC, KCB, വാട്ടർ അതോറിറ്റി എന്നിവ നഷ്ടത്തിലാണെന്ന് കാണിച്ച് വൈദ്യുതി മേഖലയിലും ജലവിതരണത്തിലും സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് അനുമതി നൽകാൻ ധവളപത്രം ശുപാർശ ചെയ്തു. K-ഫോണിൽ സ്വകാര്യ പങ്കാളിത്തം വേണമെന്നും ഭൂപരിഷ്കരണ തൊഴിൽ നിയമം മാറ്റിയെഴുതണമെന്നും വിദഗ്ധ സമിതി പറയുമ്പോൾ ഇത് വ്യക്തമായ ഒരു നയവ്യതിയാനത്തിന്റെ സൂചനയാണ്. ബജറ്റിലൂടെ നേരിട്ട് പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ നിന്ന് കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്ന് പേടിച്ച് ഒരു ബാഹ്യ വിദഗ്ധ സമിതിയെ മുൻനിർത്തി ജനങ്ങളെ ഇങ്ങനെ പടിപടിയായി സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. പാവപ്പെട്ടവർക്കുള്ള പൊതുസേവനങ്ങൾ പൊതുമേഖലയുടെ കാര്യക്ഷമത ഇല്ലായ്മയ്ക്ക് മറയാകരുത് എന്ന് പറയുമ്പോൾ തന്നെ ജനക്ഷേമ സങ്കല്പങ്ങൾ ഇല്ലാതാക്കാനാണ് ഈ ധവളപത്രം ശ്രമിക്കുന്നത് എന്നുകൂടി ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കേരളം ഈ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ നിമിഷത്തിൽ. ചോദ്യം 1, അന്ന് പറഞ്ഞ 6 ലക്ഷം കോടി എവിടെയാണ്? കടം 5.07 ലക്ഷം കോടി എന്ന് ധവളപത്രം പറയുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന സതീശൻ പറഞ്ഞ കണക്കുകൾ കള്ളമായിരുന്നു. ചോദ്യം 2, ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയത് എന്തിനാണ്? ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറത്തുള്ള സമിതിയെ വെച്ച് ധവളപത്രം തയ്യാറാക്കിയത് ചട്ടലംഘനമല്ലേ? ചോദ്യം 3, സപ്ലൈകോയെ ബെഫ്കോയുമായി ലയിപ്പിക്കുന്നത് വിലക്കയറ്റത്തിൽ നിന്ന് സർക്കാരിന് കൈ കഴുകാനല്ലേ? ചോദ്യം 4, പെൻഷൻ പ്രായം കൂട്ടുന്നത് നിയമന നിരോധനമല്ലേ? പിൻവാതിൽ വഴി സ്വകാര്യവൽക്കരണത്തിന് വഴി തുറന്ന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയല്ലേ? ചോദ്യം 5, കിഫ്ബിയും K-ഫോണും തകർക്കപ്പെടുമോ? മുൻ സർക്കാരിന്റെ വികസന പദ്ധതികളെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് ഇല്ലാതാക്കാനുള്ള നീക്കമാണോ ഇത്? ചോദ്യം 6,
കേന്ദ്രവിഹിതത്തിന്റെ കുറവ് എന്തിനാണ് UDF മറച്ചുവെക്കുന്നത്? സംസ്ഥാനത്തെ ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം കേന്ദ്ര നയങ്ങളാണെന്ന പ്രതിപക്ഷ വാദത്തോട് സർക്കാർ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ചുരുക്കത്തിൽ മുൻ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തി VD സതീശൻ സർക്കാർ പുറത്തിറക്കുന്ന ഈ ധവളപത്രം കേവലം ഒരു സാമ്പത്തിക അവലോകനം മാത്രമല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അതേ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങളിലേക്ക് കേരളത്തെ നയിക്കാനുള്ള കൗശലപൂർവ്വമായിട്ടുള്ള ചുവടുമാറ്റമാണ്. നേരിട്ട് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ തിരിച്ചടി ഭയന്ന് ഒരു വിദഗ്ധ സമിതിയെ മുൻനിർത്തി സതീശൻ സർക്കാർ കളിക്കുന്ന കൃത്യമായ നയതന്ത്രക്കളി. കടബാധ്യതയുടെ ഉമ്മാക്കിക്കാട്ടി ജനക്ഷേമ സബ്സിഡികൾക്ക് തടയിടാൻ, വില നിയന്ത്രണത്തിലുള്ള പൊതുവിപണിയിലെ ഇടപെടലിൽ നിന്ന് പിന്മാറി സപ്ലൈകോയെ ബെഫ്കോയുടെ തലയിൽ കെട്ടിവെക്കാൻ, ഒടുവിൽ വിരമിക്കൽ പ്രായം കൂട്ടി സംസ്ഥാനത്തെ കടുത്ത നിയമന നിരോധനത്തിലേക്കും തൊഴിലില്ലായ്മയിലേക്കും തള്ളിവിടാനുമുള്ള അജണ്ട കൂടി ഇതിലുണ്ട്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ സമരം നയിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ബദൽ ധവളപത്രം ഇറക്കാനുള്ള ആയുധങ്ങൾ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കി നൽകി പൊതുമേഖലയും പൊതുഭൂമിയെയും സ്വകാര്യ മുതലാളിമാർക്ക്. അപ്പൊ അതാണ് കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ. എല്ലാം പിണറായി സർക്കാരിന്റെ തലയിലേക്ക് അങ്ങ് കയറ്റി വെച്ചിരിക്കുക, പ്രതിപക്ഷ നേതാവിന്റെ തലയിലേക്ക് കയറ്റി വെച്ചിരിക്കുക. ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല, അതുകൊണ്ട് ഇനി വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്ന രീതിയിൽ, പെൻഷൻ ഒന്നും കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ആള് പറഞ്ഞു വെച്ചിട്ടുള്ളത്. 1.57 ലക്ഷം കോടി രൂപ എങ്ങാനുമാണ് നമ്മുടെ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളും 10 കൊല്ലം കൊണ്ട് ഇദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളും നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ അവര് ഭരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ദുരന്തവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചു അതൊക്കെ നിങ്ങൾ മറക്കാണ്. പണ്ട് EK നായനാർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നമ്മൾ എത്രയൊക്കെ ജനങ്ങളെ സഹായിച്ചാലും അവർ തിരിച്ച് വോട്ട് ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം അത് എപ്പോ വേണമെങ്കിലും മാറാം. അതിനർത്ഥം നമ്മളിത് നിർത്തണം എന്നുള്ളതല്ല, അത്രേ ഉള്ളൂ, നിർത്താനുള്ളതല്ല. പ്രതിപക്ഷത്തിരിക്കുന്നത് ആരാണെങ്കിലും പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അടുത്ത ഒരു ഭരണം മാറ്റം എന്തായാലും വരും, ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. കാരണം അത് ഞാൻ പറയുന്നില്ല, 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ വീണ്ടും വരാം.